കിരീടത്തിന് മുന്നിലൂടെ തലകുനിച്ച് പാടേ നിരാശ പൂണ്ട് മടങ്ങിയ മെസ്സിയെ കണ്ടവരാണ് നമ്മൾ. അതങ്ങ് ബ്രസീലിലായിരുന്നു. ഒരു ജൂലൈ 13 മാറക്കാന സ്റ്റേഡിയത്തിൽ മരിയോ ഗോഡ്സെ നെഞ്ചുലച്ചത് അർജന്റീന ആരാധകരുടെ ഒന്നാകെയാണ്. കയ്യാലപ്പുറത്തെ കനക കിരീടം നഷ്ടപ്പെട്ടത് മെസ്സിക്ക് ഉൾക്കൊള്ളാവുന്നതിലും അപ്പുറമായിരുന്നു. പക്ഷേ കൃത്യം 4362 ദിവസത്തിനിപ്പുറം അയാൾ ആ മധുരം നുണഞ്ഞെന്നു മാത്രമല്ല, ഫുട്ബോൾ ലോകകപ്പിൽ ആരും തൊടാത്ത റെക്കോർഡിൽ തന്റെ നാമം ആലേഖനം ചെയ്തിരിക്കുന്നു സാക്ഷാൽ മെസ്സി എന്ന ഇതിഹാസം. ഒരു ലക്ഷത്തിനടുത്ത് കാണികളുണ്ട് ഡാലസിലെ വിഖ്യാതമായ സ്റ്റേഡിയത്തിൽ. മെസ്സി എന്ന വികാരവായ്പോടെ ഓരോ മനുഷ്യനും തുള്ളുകയാണ്. നിലത്ത് കാലുറക്കുന്നില്ല. മെസ്സി എന്ന നാമം അവരെ അത്രമേൽ ആവേശത്തിലാഴ്ത്തുകയാണ്. അൾജീരിയക്കെതിരെ ഹാട്രിക് നേടി ലോകകപ്പിൽ ഇന്നോളം തന്റെ പേരിലില്ലാത്ത നേട്ടവും കരസ്ഥമാക്കിയിട്ടുണ്ട് അയാൾ. ജീവിതത്തിന്റെ 39ാം വർഷത്തിലേക്ക് ചുവടുവെക്കാൻ ഒരു നാളിന്റെ ദൈർഘ്യമാണ് ബാക്കി. അന്നാണ് ഫുട്ബോൾ ലോകകപ്പിന്റെ ചരിത്രത്തിലേക്ക് ഇടംകാലൻ ഷോട്ട് അടിച്ചുകയറ്റിയത്. മിറോസ്ലാവ് ക്ലോസെ ദീർഘകാലമായി പേരിലാക്കി വെച്ച റെക്കോർഡ് തിരുത്തിക്കുറിച്ചത്. വിശ്വമാകെ അർജന്റീനൻ ആരാധകർക്ക് ആഘോഷിക്കാനുള്ള വക നൽകിയത്. പെനാൽറ്റി നഷ്ടമാക്കിയ മെസ്സി ഒരിക്കൽ ഫുട്ബോളിൽ നിന്ന് വിരമിച്ച് പടയിറങ്ങിയിട്ടുണ്ട്. ചിലിക്കെതിരെ ഒരു കോപ്പ അമേരിക്ക ഫൈനലിലായിരുന്നു അത്. കിരീടങ്ങൾ അകന്നകന്നു പോകുന്നത് അയാളെ തെല്ലൊന്നുമല്ല വേദനിപ്പിച്ചത്. അന്ന് വേദന സഹിക്കാനാകാത്ത മെസ്സിയെ കണ്ടവർക്ക് പക്ഷേ ഓസ്ട്രിയക്കെതിരെ അത്ര വേദന തോന്നിക്കാണില്ല. കാരണം അയാൾ ഇന്ന് വിശ്വം കീഴടക്കിയ രാജാവാണ്. ഒടുവിൽ കാലം അദ്ദേഹത്തോട് നീതി കാണിച്ചിട്ടുണ്ട്. ഫുട്ബോളിന് മേലെ ഉരുണ്ട ഫുട്ബോളിലൂടെ മനുഷ്യനെ ആനന്ദഭരിതരാക്കിയ അയാൾക്ക് കിരീടമില്ലാതെ എങ്ങനെ മടങ്ങാനാകും? അന്യം നിന്നുപോയ കിരീടങ്ങളെല്ലാം അയാളെ തേടിയെത്തി. 2021 കോപ്പ അമേരിക്കയിൽ തോൽപ്പിച്ചത് ചിരവൈരികളായ ബ്രസീലിനെയാണ്. മാറക്കാനയിൽ 7 വർഷം മുമ്പ് വീണ കണ്ണീര് കിരീടം കൊണ്ട് അയാൾ മായ്ച്ചു കളഞ്ഞു. 2024 കോപ്പ അമേരിക്കയിൽ കൊളംബിയയെയും കീഴടക്കി. അതിനിടെ ഖത്തറിലെ ലോകകപ്പിലും ലണ്ടനിലെ വെംബ്ലി സ്റ്റേഡിയത്തിൽ വെച്ച് ഫൈനലിസിമയും തൂക്കി. അർജന്റീനയുടെ നേട്ടമെല്ലാം 5.57 അടി ഉയരമുള്ള ആ മനുഷ്യന് വേണ്ടിയായിരുന്നു. ടെൻഷൻ ഫ്രീ ആയ മെസ്സിയെ നേരിൽ കാണുകയാണ് അമേരിക്ക. കാതങ്ങൾ ദൂരെ നിന്നെങ്കിലും പല സമയങ്ങളിൽ ലോകം അത് തത്സമയം അനുഭവിക്കുന്നുണ്ട്. തൻ്റെ കരിയറിലെ അവസാന ലോകകപ്പാണിതെന്ന ബോധ്യം അയാൾക്കുണ്ട്. ഫുട്ബോൾ ജീവിതത്തിൽ നേടാവുന്നതത്രയും അയാൾ പൊരുതി നേടിയാണ് അമേരിക്കയിലേക്ക് അവസാന ആട്ടത്തിനായി പുറപ്പെട്ടത്. അവിടെ അരങ്ങു വാഴുകയാണ് അയാൾ. കാലമെത്ര ഉരുണ്ടാലും തകർക്കപ്പെടാൻ കഷ്ടപ്പെടേണ്ടി വരുന്ന റെക്കോർഡുകളുടെ കൂമ്പാരം ഇന്ന് ആ മനുഷ്യൻ്റെ ശിരസിലുണ്ട്. അതെല്ലാം അയാളെ കൂളാക്കുകയാണ്. ഈ മാസം 17 കൻസാസ് സിറ്റിയിൽ കണ്ടത് അയാളുടെ മറ്റൊരു രൂപമായിരുന്നു. ഇന്നോളം കണ്ടിട്ടില്ലാത്ത ഗ്രൗണ്ടിൽ ആനന്ദ നൃത്തമാടുന്ന മെസ്സിയെ. അർജന്റീനയുടെ നീലയും വെള്ളയും ജേഴ്സിയിൽ അയാൾ ഭംഗിയേറുകയാണ്. കോടാനുകോടി കണ്ണുകളെല്ലാം അയാളിൽ മാത്രം ഉടക്കുകയാണ്. ആരും അർജന്റീനയുടെ കളി കാണുന്നില്ല. കാണുന്നത് അത്രയും മെസ്സിയെയാണ്. അയാൾ ഗ്രൗണ്ടിൽ തീർക്കുന്ന മാജിക്കാണ്. ഒരു മജീഷ്യൻ കണക്കെ അയാൾ അവതരിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഓരോ മത്സരങ്ങളിലും. ഓസ്ട്രിയക്കെതിരെ 96 മിനിറ്റും കളം നിറഞ്ഞു മെസ്സി. 5 ഷോട്ടുകളാണ് ഇടങ്കാലിൽ നിന്ന് ഉതിർത്തത്. അതിൽ 2 ലക്ഷ്യം കണ്ടു. ആദ്യ ഗോളിൽ റെക്കോർഡ് പേരിലാക്കി. മത്സരം അവസാനിക്കാൻ സെക്കൻഡുകൾ ശേഷിക്കെ 2ാം ഗോൾ റെക്കോർഡിനെ ബലപ്പെടുത്തി. പെനാൽറ്റി നഷ്ടപ്പെടുത്തിയപ്പോൾ ലോകകപ്പിലെ മോശം റെക്കോർഡ് പേരിലെത്തിയിരുന്നു. ഫുട്ബോൾ ലോകകപ്പിൽ ഏറ്റവും അധികം പെനാൽറ്റി പാഴാക്കിയ താരമെന്നായിരുന്നു ചീത്തപ്പേര്. 3 തവണയാണ് അദ്ദേഹത്തിന് ലക്ഷ്യം പിഴച്ചത്. 2018-ലും 2022-ലും ഇപ്പോൾ 2026-ലും. പക്ഷേ ചരിത്ര ഗോളിലൂടെ അതെല്ലാം മായ്ച്ചു കളഞ്ഞു ഇതിഹാസം. ലോകകപ്പിലെ തുടർച്ചയായ 6ാം മത്സരത്തിലും ഗോളടിച്ചതിൻ്റെ നേട്ടവും പേരിലാക്കിയിട്ടുണ്ട് മെസ്സി. ഖത്തറിന്റെ തുടർച്ചയാണ് അമേരിക്കയിലെന്ന പ്രഖ്യാപനം കൂടിയുണ്ട് ഓരോ ഗോളിലും. ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ വിജയിച്ച മിറോസ്ലാവ് ക്ലോസയുടെ റെക്കോർഡിനൊപ്പവും മെസ്സി എത്തി. 17 മത്സരങ്ങളാണ് ലോകകപ്പിൽ മെസ്സി അർജന്റീനക്കൊപ്പം ജയിച്ചത്. അൾജീരിയക്കെതിരായ മത്സരത്തിൽ എല്ലാം എളുപ്പമായിരുന്നെങ്കിൽ ഓസ്ട്രിയക്കെതിരെ കടുപ്പമേറിയതായിരുന്നു. അർജന്റീനയുടെ ഗോൾ മുഖത്തേക്ക് ഇരച്ചുകയറി ഓസ്ട്രിയൻ താരങ്ങൾ ഭീഷണിപ്പെടുത്തുക മാത്രമല്ല ചെയ്തത്, മെസ്സിയെ വളഞ്ഞിട്ട് പൂട്ടിയ കാഴ്ചയും പലവട്ടം കണ്ടു. പഴുതില്ലാത്ത പ്രതിരോധ കോട്ടയൊരുക്കാനും ഓസ്ട്രിയക്കായിരുന്നു. അവിടെ മതില് പൊളിച്ച് മെസ്സിയും ലൗട്ടാറോ മാർട്ടിനസും റോഡ്രിഗോ ഡിപോളും തിയാഗോ അൽമാഡയും ഓസ്ട്രിയൻ ഗോൾ മുഖത്തെത്തി. ഡേവിഡ് അലാബയെപ്പോലെയുള്ള താരങ്ങൾ അർജന്റീനയ്ക്ക് പലകുറി വിലങ്ങുതടിയായി. അറ്റാക്കിംഗ് കളിയും ഡിഫൻസീവ് മത്സരവും ഒരുപോലെ പരിചയമുള്ള ഓസ്ട്രിയ അർജന്റീനയെ വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട്. നിസ്സാരക്കാരല്ലായിരുന്നു യൂറോപ്യന്മാർ.
ലോക ഫുട്ബോളിൽ എന്തുകൊണ്ട് ഓസ്ട്രിയ മുന്നേറുന്നു എന്നതിന് ഉത്തരമാണിത്. വെറും 2 മത്സരങ്ങൾ, അതിൽ നിന്ന് 5 ഗോളുകൾ, എല്ലാം മെസ്സിയുടെ കാലിൽ നിന്നാണ്. അർജന്റീന നേടിയ ഗോളെല്ലാം മിശിഹാവകയാണ്. അതിൽ പങ്കുപറ്റാൻ അർജന്റീനക്കാർക്കെല്ലാം അവകാശമുണ്ട്. അവർക്ക് വേണ്ടിയാണല്ലോ മെസ്സി മൈതാനമധ്യേ പൊരുതുന്നത്. അത്രയും ഇനിയും കീഴടക്കാൻ മുന്നിൽ റെക്കോർഡുകൾ പലതുണ്ട്. അതിന് അയാളുടെ കാലിൽ കരുത്തേറെ. ഫുട്ബോളിൽ ആരാണ്ട് ഗോട്ടെന്ന് ചോദിച്ചാൽ ഒരേയൊരു തരം, അത് സാക്ഷാൽ മെസ്സി. കളിക്കുന്നതും ഗ്രൗണ്ടിൽ ചെലവഴിക്കുന്നതും ഞാൻ ആസ്വദിക്കുകയാണ്. മത്സരശേഷം മെസ്സിയുടെ വാക്കുകൾ ഇതാണ്: ഒന്നും അവസാനിച്ചിട്ടില്ലെന്ന് ചുരുക്കം.